നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഭയങ്കര നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരെയും ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്തരം ആളുകളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അത്തരത്തിലുള്ള ബിലീഫ്സ് ആയിരിക്കും, അത്രയും ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ് ആയിരിക്കും, ഒരുപാട് തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത്തരക്കാരെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ കുറേയധികം പോസിറ്റിവിറ്റി നിറയും. അപ്പോൾ എന്തായാലും അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളുമായിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളുമായിട്ട്, ലോകത്തിന് തന്നെ ഗുണമുള്ള കാര്യങ്ങൾ, നമുക്കും മറ്റുള്ളവർക്കും ഗുണമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുക. അല്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാതെ അവരെ മാറ്റിമറിക്കാനായിട്ടൊന്നും നമ്മൾ ശ്രമിക്കേണ്ട. സ്വയം ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ കഴിവുകളെയും നമ്മുടെ കുറവുകളെയും ഒക്കെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. മറ്റുള്ളവർ പറയുന്ന കമൻസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ അത് പറയാൻ ഈ വ്യക്തിക്ക് എന്ത് അർഹതയുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുക. ഈ കമൻറ്റ് കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് എടുത്തതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് എടുത്താൽ മതി. അല്ലാത്തതിനെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ഇത്ര മാത്രമാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, നല്ല പബ്ലിക് സ്പീക്കേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് റെക്കോർഡ് ചെയ്യണം. ഡെയിലി നമ്മളെ തന്നെ നോക്കി സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ വലിയ സദസ്സുകളിൽ, വലിയ വലിയ വേദികളിൽ ചെന്ന് നിന്ന് ആളുകളുടെ മുന്നിൽ സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഡെവലപ്പായി വരികയുള്ളൂ. സോ അതിനുള്ള ഒരു മെത്തേഡാണിത്. ഇതും ഒരു നല്ല മെത്തേഡാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ ഡെയിലി ഒരു 3 മിനിറ്റ് വീഡിയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക. അപ്പം ഞാനിത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഞാനിത് ചെയ്ത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ ഡെയിലി ഒരു 3 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ചലഞ്ച് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ സംസാരിച്ചുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഒന്ന് ചെയ്ത് നോക്കൂ, എങ്ങനെ ഉണ്ടാവും ആ ഒരു പ്രോസസ്സ്, ആ ഒരു ജേർണി എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് മീ മഞ്ജുഷ, സൈനിങ് ഓഫ്.